ഹലോ, വെൽക്കം ടു അസർബൈജാൻ വ്ലോഗ് പാർട്ട് 4. രാവിലെ തന്നെ വണ്ടി കയറി അസർബൈജാനിലെ ഹിസ്റ്റോറിക് പ്ലേസ് ആയ ഷേക്ക് എക്സ്പ്ലോർ ചെയ്യാനാണ് കേട്ടോ നമ്മൾ പോകുന്നത്. ഇവിടെ ട്രാവൽ ചെയ്യുമ്പോൾ എഴുന്നേറ്റ് നിൽക്കാൻ പറ്റാത്തതുകൊണ്ട് ഇരുന്നിട്ടുള്ള പരിപാടികളായിരുന്നു കേട്ടോ വണ്ടിയിൽ കൂടുതലും. ഇതൊക്കെ എന്ത്? ഇന്നത്തെ നമ്മുടെ ഫസ്റ്റ് വിസിറ്റ് ഒരു ഓൾഡ് ഗസ്റ്റ് ഹൗസ് ആയിരുന്നു കേട്ടോ. പണ്ട് അസർബൈജാനിലോട്ട് വരുന്ന മെർച്ചന്റ്സ് എല്ലാം ഇവിടെയാണ് കേട്ടോ സ്റ്റേ ചെയ്തിരുന്നത്. അങ്ങനെ ഗൈഡിന്റെ ചെറിയൊരു ഇൻട്രൊഡക്ഷൻ കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ ലേറ്റ് കമേഴ്സും ജോയിൻ ചെയ്തു കേട്ടോ. ഇതൊരു നടക്കി പോണ ലക്ഷണില്ല. ഞാൻ ഇവന്റെ രണ്ടെണ്ണം വാങ്ങിച്ചിട്ടേ പോവുള്ളൂ. ഇനി ഇവിടേക്ക് ഒന്ന് കറങ്ങി നമ്മൾ നേരെ പോയത് ചെറിയൊരു സ്ട്രീറ്റ് ഷോപ്പിങ്ങിനാണ് കേട്ടോ. ഈ ഒരു സ്ട്രീറ്റ്സ് ഒക്കെ ഇങ്ങനെ കാണാൻ തന്നെ നല്ല വൈബായിരുന്നു കേട്ടോ. തലേ ദിവസം നമ്മൾ ഓൾറെഡി ചെറിയൊരു ഷോപ്പിംഗ് ഒക്കെ ചെയ്തതുകൊണ്ട് വലിയ കാര്യമായിട്ടൊന്നും വാങ്ങാനുണ്ടായിരുന്നില്ല. പിന്നെ കൊക്കിലൊത്തുങ്ങുന്ന എന്തെങ്കിലും കണ്ടാ വാങ്ങാൻ ഓർത്തു. അങ്ങനെ ചെറിയൊരു ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ അടുത്ത സ്ഥലത്തേക്ക് വിട്ടു. നെക്സ്റ്റ് നമ്മൾ പോയത് ഒരു പാലസിലോട്ടാണ് കേട്ടോ. ഇവിടെ പിന്നെ ക്യാമറ അകത്ത് അലൗഡ് അല്ലാതിരുന്നത് കൊണ്ട് നമുക്ക് പുറത്തു നിന്നുള്ള അതിന്റെ ബ്യൂട്ടി മാത്രമേ ഒപ്പിയെടുക്കാൻ പറ്റുള്ളൂ കേട്ടോ. അങ്ങനെ ഇവിടുത്തെ കുറച്ച് ഫോട്ടോഗ്രാഫിയും വീഡിയോഗ്രാഫിയും ഒക്കെ കഴിഞ്ഞിട്ട് നമ്മൾ നേരെ പോയത് ഒരു ലേക്കിലോട്ടായിരുന്നു കേട്ടോ. ചെന്നിറങ്ങിയപ്പോ തന്നെ സ്നാക്സ് ഉണ്ടാക്കുന്ന കുറച്ച് ഷോപ്സ് ഒക്കെ കണ്ടിട്ട് നമ്മൾ നേരെ അങ്ങോട്ട് പോയി. ഈ പ്രായത്തിലുള്ള പിള്ളേരൊക്കെ നന്നായിട്ട് ആഹാരം കഴിക്കണം. ശരിയാ, അങ്ങനെയാണ് ഇതെല്ലാം കൂടെ പൊതിഞ്ഞിട്ടാ ഞങ്ങൾ വീട്ടിൽ കൊണ്ടു ചെന്നോളാം അല്ലേ. അങ്ങനെ നമ്മൾ അടിപൊളി വ്യൂ ഒക്കെ കണ്ട് സ്നാക്സ് ഒക്കെ കഴിച്ച് കുറച്ച് ടൈം അവിടെ സ്പെൻഡ് ചെയ്തു കേട്ടോ. അപ്പോഴേക്കും നമുക്ക് ഇന്നത്തെ ഐറ്റിനറിയിലെ ലാസ്റ്റ് ഡെസ്റ്റിനേഷനിലോട്ട് പോകാനുള്ള ടൈമായി. പിന്നെ നമ്മൾ വണ്ടിയിൽ കയറി ചെറിയൊരു ഗെയിമൊക്കെ കളിച്ചപ്പോഴേക്കും നമ്മുടെ സ്ഥലമെത്തി. ഓൾറെഡി ടയർഡായിരുന്ന ഞങ്ങൾ ഇന്നത്തെ ഫൈനൽ ഡെസ്റ്റിനേഷനിലെത്തിയപ്പോൾ ചെറുതായിട്ടൊന്ന് ഞെട്ടി. അതായത് ഈ കാണുന്ന മല മുഴുവനും കയറി അങ്ങ് മുകളിലെത്തണം. അതായിരുന്നു നമ്മുടെ ടാസ്ക്. ഇടയ്ക്ക് വെച്ച് പലരും പിന്മാറാൻ ശ്രമിച്ചെങ്കിലും നമ്മളെ കട്ട മോട്ടിവേഷൻ കൊടുത്ത് എല്ലാത്തിനെയും മുകളിൽ കയറ്റി. അങ്ങനെ ഇപ്പൊ നമ്മൾ മാത്രം അനുഭവിച്ച പോരല്ലോ. പക്ഷെ മുകളിൽ ചെന്നപ്പോഴുള്ള വ്യൂ അടിപൊളിയായിരുന്നു കേട്ടോ. കുന്നു മുഴുവൻ കയറിയ ക്ഷീണത്തിലും പിന്നെ ആ സീനറിയുടെ എഫക്റ്റിലും നമ്മൾ കുറച്ച് ടൈം അവിടെ ഇരുന്നു കേട്ടോ. അത് കഴിഞ്ഞ് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി ഇന്നത്തെ കറക്കമൊക്കെ അവസാനിപ്പിച്ച് നമ്മുടെ ഫസ്റ്റ് ഹോട്ടലിലോട്ട് തന്നെ തിരിച്ചുപോയി. പോകുന്ന വഴിക്ക് നമ്മൾ വണ്ടിയിൽ പഴയ ഗോഡ് ഫാദർ മൂവിയൊക്കെ ഇട്ട് കണ്ടു കേട്ടോ. അപ്പൊ ഇത്രയൊക്കെയുള്ളൂ ഇന്നത്തെ വിശേഷം. ഞാൻ പോകുന്നു. ബൈ.